ഹലോ ഗായ്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താ, ഇത് ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് കണ്ണന് മാല ചാർത്തി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. ഇത് എല്ലാ ദിവസവും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞു ബേബി ഉള്ളതുകൊണ്ട് അവൻ ചിലപ്പോൾ രാവിലെ എണീക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് ടൈം കിട്ടാറില്ല. കാരണം പിന്നെ എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ തന്നെ അവന് കുറുക്കുണ്ടാക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഞാനങ്ങ് പോകും. പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് അവനിങ്ങനെ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. കാരണം രാത്രി അവൻ ഉറങ്ങത്തില്ല. എന്ന് വെച്ചാൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച് 1 മണി 2 മണിക്കൊക്കെ ഉറങ്ങുന്നത്. അപ്പോൾ പിന്നെ അവൻ കുറച്ച് ലേറ്റായിട്ടാണ് രാവിലെ എണീക്കുന്നത്. അതുകൊണ്ട് എനിക്ക് രാവിലെ കുറച്ച് നേരം പ്രൊഡക്റ്റീവായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വിളക്കൊക്കെ കൊളുത്തി ഞാൻ പണ്ടും ഇത് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്, രാവിലെ കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നത്. എന്താണെന്നറിയില്ല, നമ്മൾ രാവിലെ എണീറ്റ് ഒന്ന് കുളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടാറുണ്ട്. ഒരു പോസിറ്റീവ് വൈബ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുമ്പോഴും അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു അമ്പലത്തിലെ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് നല്ലോണം ഫീൽ ആവാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ വൈകിട്ട് പോകുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ രാവിലെ പോകുമ്പോഴാണ് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീലായിട്ടുണ്ട്. നമ്മൾ വൈകിട്ടും വിളക്ക് കൊളുത്തി നാമവും ജപിക്കും, പക്ഷേ രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു സമാധാനം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ രാവിലെ ഇടിയപ്പം കിഴങ്ങറിയായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്നും ഇടിയപ്പമാണോ എന്ന്. ഇവിടെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുക. ആ ദിവസങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. കുഞ്ഞു ബേബിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇടിയപ്പം, അവൻ കഴിക്കും. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.